ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മളെ ചാനലിൽ ഇന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 100+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എല്ലാ ശുഭകാര്യത്തിനും മധുരം കഴിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഇന്നൊരു ഡ്രീം കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡിനോടാണ്. കാരണം ആളുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതും എല്ലാം. 100 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ നേട്ടം തന്നെയാണ്. സോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ ഡ്രീം കേക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിനായി ആദ്യം നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു റിബൺ കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിനായി ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം. ഞാനിപ്പോൾ ഇതിൽ വിട്ടുപോയതാണ്. ഇത് എല്ലാം കൂടെ ചേർത്ത് നന്നായി 2 തവണയായിട്ട് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച മിക്സിയിലേക്ക് 1 നുള്ളു ഉപ്പും കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ മിക്സിംഗ് ഒന്നും ചെയ്യാതെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചിൻ്റെ ഒരു ടിൻ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് മോസ് ആണ് തയ്യാറാക്കേണ്ടത്. അതിനായി ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കാം. ബൗൾ എടുക്കുമ്പോൾ ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ക്രീം നന്നായി ബീറ്റായി കിട്ടൂല. ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാനില എസൻസ് കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ആണ്. ഇനി വേറൊരു ബൗളെടുത്ത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച കുറച്ച് വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. കറക്റ്റ് 30 മിനിറ്റിൽ നമ്മൾ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രീം കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഡ്രീം കേക്കിന്റെ 1/2 ഇഞ്ചിന്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടിന്നിന്റെ വലുപ്പത്തിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇട്ടിരുന്നു. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇല്ലാത്തവർ ഒരു കുഴപ്പമില്ല, നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാനത് ചേർത്തെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് മോസ് ഇട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിന്റെ മോസും ചേർത്ത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമ്മൾ ചോക്ലേറ്റിന്റെ ഗനാഷ് കൂടെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ലെയറായി കൊക്കോ പൗഡർ കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ഡ്രീം കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.